നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബു ബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഭഗവാനെ ഗണപതി ഭഗവാനെ ഓം പരമേശ്വരായ ഓം ഭഗവാനെ ഓം പാർവതീവി അമ്മേ ഭഗവതി നമോ നമഃ. ഓം ശ്രീ വീരസ്വാമി സ്വാമി ഭദ്രകാളി ശ്രീ കാളി ദേവി ദുർഗാദേവി. എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 പൊതുവിൽ വളരെ മേന്മയുള്ള ഒരു വർഷമാണ്. 2026 ഫെബ്രുവരി 18 വളരെ ശക്തമായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് 5 രാശിക്കാർക്ക് വരാൻ പോകുന്നത്. ശിവയോഗം എന്ന് പറയുന്ന വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു അനുഗ്രഹ ശക്തിയാണ് ഫെബ്രുവരി 18 മുതൽ ആരംഭിക്കുന്നത്. അതിൽ ബുധഗ്രഹത്തിന് വളരെയധികം ബലം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സർവ തടസ്സങ്ങളും ഒഴിവാക്കുന്ന മഹാഗണപതിയുടെ അനുഗ്രഹവും ഈ ശിവയോഗത്തിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. ഫെബ്രുവരി 18 ആരംഭിക്കുന്ന ശിവയോഗം എന്ന് പറയുന്ന ആ അനുഗ്രഹ വ്യവസ്ഥിതി എന്ന് ചിന്തിക്കുമ്പോൾ ബുധഗ്രഹത്തിന് വളരെയധികം ശക്തി ഉണ്ടാവുകയാണ്. അതായത് അറിവ്, ഭാഗ്യം, അതുപോലെ ജ്ഞാനം തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ ഈ 5 രാശിക്കാർ വളരെ ഭാഗ്യ ഉദയം ലഭിക്കുന്നവരായി മാറുകയാണ്. അതുപോലെ തന്നെ മഹാഗണപതിയുടെ അനുഗ്രഹം കൂടി ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് കാര്യ തടസ്സങ്ങളെല്ലാം ഒഴിവായി അവർ വളരെയധികം അത്ഭുതകരമായിരിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് ദർശിക്കാനാവും എന്നുള്ളതാണ്. 5 രാശിക്കാർക്ക് വളരെയധികം ഗംഭീരമായിരിക്കുന്ന അനുഗ്രഹമാണ് ശിവയോഗത്തിലൂടെ ഫെബ്രുവരി 18 മുതൽ ഉണ്ടാകാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങളാണ് രാശിമാറ്റങ്ങളിലൂടെ ഗ്രഹ വ്യവസ്ഥകൾ സഞ്ചരിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രത്യേകതകളിലൂടെ അനുഭവിക്കുന്നത്. ശിവയോഗത്തിലൂടെ ഈ 5 രാശിക്കാരുടെ സാമ്പത്തിക നില ശക്തി പ്രാപിക്കും. അതുപോലെ തന്നെ സമൃദ്ധിദായകമായിരിക്കുന്ന ജീവൽ വ്യവസ്ഥിതികൾ ഇവരെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു രീതി തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. ഒരു വ്യവസ്ഥിതി തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. ബുധൻ്റെ സ്ഥാനം പറയാൻ പോകുന്ന 5 രാശിക്കാരുടെ നക്ഷത്രഗതിയിൽ ശക്തി പ്രാപിക്കും. അതുപോലെ തന്നെ മഹാഗണപതിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാവുകയും ചെയ്യും. ഇവ രണ്ടും കൂടെ വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവയോഗം എന്ന് പറയുന്നത് തടസ്സമില്ലാതെ വളരെ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന നിലവാരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി ചേരുന്ന ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ബുധനാഴ്ച ദിനത്തിലെ ശിവയോഗം എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കു തന്നെ അനുഭവവേദ്യമാകുന്ന സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാവുകയാണ്. അതുകൂടാതെ തന്നെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അടുപ്പം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദപ്രദമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും.
എന്ന് പറയാൻ ബന്ധുക്കളിലൂടെയും സുഹൃത്തുക്കളിലൂടെയും ജീവിതത്തിന് വളർച്ചയുണ്ടാകുന്ന വ്യവസ്ഥിതി വന്നു ചേരുമെന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ സാമ്പത്തികമായ തരത്തിൽ പല വിധത്തിലുള്ള ഗുണമേന്മകൾ ഈ 2026 ഇവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ മേന്മയുണ്ടാകുന്ന ഒരു വർഷമായിട്ട് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 മാറും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. ബുധൻ ശക്തി പ്രാപിച്ചു നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഏറ്റുവാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും വളരെ പ്രാധാന്യമുള്ളൊരു വർഷമായിരിക്കും 2026. അതുപോലെ തന്നെ സാഹിത്യ പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ വലിയ വളർച്ചയ്ക്കുള്ള സ്ഥാനം കാണുന്നുണ്ട്, വളർച്ചയ്ക്കുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. അവർക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെ മേന്മയുള്ളൊരു വർഷമാണ് 2026 ശിവയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ ദൂരയാത്രകൾക്കൊക്കെ അവസരമൊരുങ്ങും. ദൂരയാത്രയിലൂടെ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനുള്ള വഴിയും ഒരുങ്ങും. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാൻ ഈ രാശിക്കാർക്ക് അവസരമൊരുങ്ങും. ഒരു വർഷക്കാലത്തേക്ക് വളരെ മാറ്റങ്ങളിലൂടെ തന്നെ ജീവിതഗതി മുന്നോട്ട് പോകും. എങ്ങനെയുള്ള മാറ്റങ്ങൾ? സാമ്പത്തികമായ മാറ്റങ്ങൾ. വളരെ ഉയരങ്ങളിലേക്ക് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നെത്തുവാൻ കഴിയും ഈ രാശിക്കാർക്ക്. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ശിവയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ചകളിൽ വളരെയധികം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. വളരെ ധാരാളം ധനവും അതുപോലെ തന്നെ കീർത്തി യോഗവും ഒക്കെ നന്നായി വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും 2026 ശിവയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതേപോലെ തന്നെ ബുധഗ്രഹത്തിൻ്റെയും മഹാഗണപതിയുടെയും അനുഗ്രഹ തലത്തിലൂടെ സംജാതമാകുന്ന ഭാഗ്യം തടസ്സമില്ലാത്ത ഭാഗ്യം എന്ന് പറയേണ്ടി വരുന്നു. അത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വർഷമാക്കി മാറ്റും 2026. ഫെബ്രുവരി 18 രൂപം കൊള്ളുന്ന ശിവയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാർക്ക് പുറം തിരിഞ്ഞിനി നോക്കേണ്ട കാര്യമേ ഇല്ല. കണ്ണീരുണങ്ങാത്ത ഒട്ടനവധി ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് ഈ രാശിക്കാരെങ്കിലും 2026 മുതൽ ചിങ്ങം രാശിക്കാർക്ക് വളരെ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. സാമ്പത്തികമായി വളരെ അനുകൂലമായ സമയമാണിത്. തീർച്ചയായിട്ടും സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകും. എവിടെ കൊണ്ട് പണം നിക്ഷേപിച്ചാലും ആ പണം ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു തീരുമാനവും വളരെ വളരെ ഗുണകരമാകുന്ന അവസ്ഥയിലേക്ക് വന്നു ചേരും. ദേഷ്യത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി ചിങ്ങം രാശിക്കാരോട് പ്രത്യേകം പറയുന്നുണ്ട്. എന്തു കാര്യത്തിനും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുകയും പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയും ചെയ്യുന്ന സ്വഭാവസ്ഥരായിട്ടാണ് ചിങ്ങം രാശിക്കാരെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അത്തരം സ്വഭാവത്തെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ നിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിൽ വമ്പൻ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ചെയ്യുന്ന ജോലിക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമ്പത്ത് നിങ്ങൾക്ക് കൈകളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും ചിങ്ങം രാശിക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ് ശിവയോഗത്തിലൂടെ എടുത്തു പറയാനുള്ളത്. അടുത്തത് കന്നിരാശിയാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി. കന്നിരാശിക്കാർക്ക് മഹാഗണപതി ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുകയാണ് ശിവയോഗത്തിലൂടെ. എന്ന് പറഞ്ഞാൽ ഒന്നിനും തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കന്നിരാശി നക്ഷത്ര ജാതരായിട്ടുള്ളവർ സമയം കിട്ടുമ്പോഴൊക്കെ മഹാഗണപതി ക്ഷേത്രത്തിൽ പോവുകയും അവിടെ ചെറു വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത്തരത്തിൽ മുന്നോട്ടു നീങ്ങിയാൽ 2026 കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വലിയ പരിഹാരങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഭാഗ്യക്കുറി പോലെയുള്ള ഭാഗ്യങ്ങളിൽ നിന്ന് വലിയ തുകകൾ സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബുധൻ്റേതായിരിക്കുന്ന അനുഗ്രഹം കൂടി ശിവയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേർന്നിരിക്കുന്നതിനാൽ വലിയ ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. കന്നി രാശിക്കാരായ നക്ഷത്ര ജാതർക്ക്
ജീവിതത്തിൽ വളരെ അനുഗുണമായിരിക്കുന്ന ഒരു കുറേ നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന വർഷം കൂടിയിട്ടാണ് 2026 എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ മൊത്തത്തിലുള്ള ഒരു മാറ്റമാണ് ഫെബ്രുവരി 18 തുടങ്ങുന്ന ശിവയോഗത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അതുകൂടാതെ സുഹൃത്തുക്കളുടേതായ പിന്തുണ നിങ്ങളുടെ ജീവിതത്തിൽ നന്നായി വന്നു ചേരും എന്നുള്ളതാണ്. സുഹൃത്തുക്കൾ ജീവിതത്തിൽ വിജയിക്കുന്നതിനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും കൊണ്ടുത്തരും എന്നുള്ളത് യാതൊരു മാറ്റവും കൂടാതെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളങ്ങനെ എല്ലാവരെയും സുഹൃത്തുക്കളാക്കുന്ന ആളല്ല എന്നുള്ളതാണ്. പണ്ട് മുതലേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കുറച്ച് സൗഹൃദങ്ങൾ മാത്രമാണുള്ളത്. ആ സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണകരമാകുന്നൊരു വർഷമാവുകയാണ് 2026. ശിവയോഗത്തിലൂടെ അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നു. തന്നെയുമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബുധഗ്രഹം വളരെ ശക്തി പ്രാപിച്ച് നിങ്ങളോടൊപ്പം നിൽക്കുന്നു. ബുധഗ്രഹം ശക്തി പ്രാപിച്ചാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ, അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ, ഭാഗ്യത്തിൻ്റെ മേഖലയിലൊക്കെ തന്നെ സൗഭാഗ്യങ്ങളുണ്ടാവും. ശ്രീകൃഷ്ണനാണ് ബുധഗ്രഹത്തിൻ്റേതായ ആധിപത്യം നിർവഹിക്കുന്ന രൂപം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമുണ്ടാകും. ഗണപതി ക്ഷേത്രത്തിൽ പോകും പോലെ തന്നെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ രാശിക്കാർ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന രാശിയാണിത്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി 18 തുടങ്ങുന്ന ശിവയോഗത്തിൻ്റെ അനുഗ്രഹം വളരെ കൂടുതലായി ഉണ്ടാകുന്ന രാശിക്കാരാണ്. ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന എല്ലാ വഴികളും ഇവർക്ക് മുമ്പിൽ തുറന്ന് കിടക്കുന്ന അവസ്ഥയിലാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റേതായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. തുലാം രാശി നക്ഷത്ര ജാതർക്ക് പലതുകൊണ്ടും, തൊഴിലാണെങ്കിൽ തൊഴിൽ, വിദേശ വ്യവസ്ഥകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിഞ്ഞിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ആരോഗ്യകരമായിരിക്കുന്ന വിഷയത്തിൽ ദോഷകരമായി നിൽക്കുന്നവർക്ക് അത് മാറി അല്പം സന്തോഷകരമായിരിക്കുന്ന തലത്തിലേക്ക് എത്തുന്നതിനുള്ള വഴിയൊക്കെ തുറന്നിട്ടുണ്ട്. 2026 എന്ന് പറയുന്ന ഈ വർഷം ശിവയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഭാഗ്യദായകമായി എത്തുകയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റേതായിരിക്കുന്ന ആധിപത്യം വളരെ ശക്തമായി നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് ഇവർക്ക് വന്നു ചേരുന്നത്. പല തരത്തിലുള്ള ഭാഗ്യമാണ്. സ്വർണത്തിനുള്ള, അതായത് സ്വർണ്ണ ആഭരണങ്ങൾ അണിയുന്നതിനുള്ള ഭാഗ്യമുണ്ട്, പുതിയ വസ്ത്രങ്ങൾ അണിയുന്നതിനുള്ള ഭാഗ്യമുണ്ട്, അതുപോലെ വസ്തുക്കളൊക്കെ സ്വന്തമാക്കുന്നതിനായിട്ടുള്ള ഭാഗ്യം കാണുന്നുണ്ട്, പുതിയ വീട് വച്ച് മാറുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കുന്നതായ വ്യവസ്ഥിതിയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഭാഗ്യദായകമായിരിക്കുന്ന നല്ല ഒരു ഫലോദകം ഈ പറഞ്ഞതുപോലെ തുലാം രാശിക്കാരിലേക്ക് വന്നു ചേരുകയാണ്. അതുപോലെ തന്നെ വിഘ്നങ്ങളെല്ലാം അകന്നു മാറി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങളും മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകും. ഇന്നലെ വരെ പൊരുത്തക്കേടുകളോടുകൂടി മുന്നോട്ട് നീങ്ങിയ ആളുകളാകുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും വലിയ വ്യത്യാസമുണ്ടാകും. തുലാം രാശി ജാതർക്ക് തീർച്ചയായിട്ടും അനുഭവവേദ്യമാകുന്ന ഭാഗ്യം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്തേക്കാണ് വന്നു ചേരാൻ പോകുന്നത്. 2026 ഫെബ്രുവരി മാസം 18 ആരംഭിക്കുന്ന ശിവയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ വിധി നൽകുന്നവരാണ് തുലാം രാശിക്കാരായ നക്ഷത്രജാതർ. അടുത്തത് കുംഭം രാശിയാണ്. അവിട്ടം പകുതി ചതയം പുരുരുട്ടാതി മുക്കാല് ചേരുന്ന കുംഭം രാശി. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഫെബ്രുവരി മാസം 18 രൂപം കൊള്ളുന്ന ശിവയോഗം വളരെ ഭാഗ്യദായകമാണ് എന്നെടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് യോഗങ്ങൾ അനുഭവിക്കുവാനുള്ള ഭാഗ്യം കുംഭം രാശിക്കാർക്കുണ്ടായിട്ടുണ്ടെങ്കിലും അതായത് കുംഭം രാശിയിലെ അവിട്ടം, ചതയം, പുരുരുട്ടാതി, ചിലപ്പോൾ ചില നക്ഷത്രക്കാർക്ക് ജന്മ വ്യവസ്ഥിതികൾ കൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. യോഗങ്ങളാണെങ്കിലും മറ്റ് വ്യവസ്ഥിതികളാണെങ്കിലും ജന്മപരമായിരിക്കുന്ന സമയത്തിൻ്റേതായിരിക്കുന്ന നിഷ്ഠ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ പോയെന്ന് വന്നേക്കാം. എന്നാൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് മുഹൂർത്തത്തിൽ ജനിച്ചാലും ഏത് വ്യവസ്ഥകളിൽ ജനിച്ചാലും അവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു ഭാഗ്യം തന്നെയാണ് ശിവയോഗത്തിലൂടെ ലഭിക്കുന്നത്.
നക്ഷത്ര ജാതർക്ക് ലഭിക്കുന്നു എങ്കിൽ ഭാഗ്യം ഉറപ്പായും ഈ 3 നക്ഷത്ര വ്യവസ്ഥകൾക്കും ഭാഗ്യമുണ്ടാകും. അല്ലാതെ സമയത്തിൻ്റെയോ അല്ലെങ്കിൽ നിമിഷത്തിൻ്റെയോ വ്യത്യാസത്തിൽ ഈ ഭാഗ്യം തട്ടിപ്പോകുന്നതല്ല. കുംഭം രാശിയിൽ ജനിച്ചിരിക്കുന്ന 3 നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഏതു തരത്തിൽ ജനിച്ചാലും ഈ ഭാഗ്യം അവരെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. ശിവയോഗത്തിലൂടെ ബുധൻ്റേതായിരിക്കുന്ന അനുഗ്രഹവും മഹാഗണപതിയുടെ അനുഗ്രഹവും കുംഭം രാശിക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. കുംഭം രാശിക്കാരായ നക്ഷത്രജാതരുടെ ഭാവിയിൽ വളരെ വളരെ ഗുണകരമായിരിക്കുന്ന അവസ്ഥ വന്നു ചേരുകയാണ് വരാൻ പോകുന്ന ഈ ഒരു വർഷം. ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും. അതുപോലെ പകുതിയാക്കി നിർത്തിയിരിക്കുന്ന പല പദ്ധതികളും പൂർത്തീകരിക്കും. കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു മാറും. കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകും. തീർച്ചയായും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ, നല്ല തുക സമ്മാനമായി 2026 നിങ്ങൾക്ക് ലഭിക്കും. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോകുന്നത് തിരിച്ചറിയാൻ കഴിയും. പിന്നെ ബുധൻ അനുഗ്രഹിച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ നക്ഷത്ര ജാതർക്ക് വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ ഒഴിയും. അതുപോലെ തന്നെ യുവതീ യുവാക്കൾക്ക് തൊഴിൽ മേഖലയിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യമുണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തുറന്നു കിട്ടും. സ്വാഭാവികമായും ആഗ്രഹിക്കുന്നതെന്തും കൈക്കുമ്പിളിൽ എത്തിച്ചേരുന്ന ഒരു വർഷമായിട്ട് വേണം 2026 കാണാൻ. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ശിവയോഗം വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഭഗവാൻ മഹേശ്വരൻ്റേതായിരിക്കുന്ന എല്ലാ അനുഗ്രഹ ശക്തിയും ഇവരിലേക്ക് വരും. ഇവരിൽ മിക്കവാറുമെല്ലാം ഭഗവാൻ ശിവൻ്റേതായിരിക്കുന്ന ഭക്തന്മാർ തന്നെയായിരിക്കും. ആ ഭഗവാൻ ശിവഭക്തനായിട്ടുള്ള ആളിന് തീർച്ചയായും ഇത് വമ്പൻ തരത്തിൽ തന്നെ അനുഗുണമായി മാറും. എന്നുവെച്ചാൽ മറ്റ് ഈശ്വര സങ്കല്പങ്ങളെ ഭജിക്കുന്നവർക്ക് ലഭിക്കില്ല എന്നുള്ളതല്ല. ശിവയോഗം എന്ന് പറയുന്നത് അതിൻ്റേതായിരിക്കുന്ന ഒരു വഴിയിൽ എത്തിച്ചേരുന്ന ഭക്തന്മാർക്കാണ് വന്നു ചേരുന്നത് എന്ന് പറഞ്ഞ് ബുധൻ കൂടെയുണ്ട്. അതുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകാം. അദ്ദേഹത്തിന് തൃക്കൈവെണ്ണയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭാഗ്യം ധാരാളം വന്നു ചേരും. അതുപോലെ തന്നെ മഹാഗണപതി ക്ഷേത്രത്തിലേക്കും പോവുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 ഈശ്വര സങ്കല്പങ്ങൾ, മഹേശ്വരൻ, ബുധഗ്രഹം, ഭഗവാൻ ശ്രീ ഗണേശൻ, ഈ 3 ഈശ്വര സാന്നിധ്യങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമെന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യമാണ്. ദാമ്പത്യ വിഷയങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം, അതായത് അശടിപ്പോടുകൂടി പിരിയാൻ പോകുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും ആ അവസരത്തിൽ നിന്ന് മാറ്റമാകും. ദാമ്പത്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകുന്ന വ്യവസ്ഥിതികൾ വന്നു ചേരുക തന്നെ ചെയ്യും. തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരോടൊപ്പം വളരെ നല്ല രീതിയിൽ മുന്നേറാനും സഹപ്രവർത്തകരുടെ ഇഷ്ടം നേടിയെടുക്കുവാനും കഴിയുന്ന തലത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയും 2026 ശിവയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ തീർച്ചയായും ജോലിയുടെ കാര്യത്തിലും സമ്പത്തിൻ്റെ കാര്യത്തിലും പഠനത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും അനുകൂലമായ ഏറ്റവും നല്ല സമയമാണ് 2026. എല്ലാ ഭാഗ്യങ്ങളും ഈ 5 രാശിക്കാർക്ക് ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.